ലോക്കൽ ലൈബ്രറീസ് ആൻഡ് പ്രൊമോഷൻ ഓഫ് സ്പോർട്സ് ആൻഡ് ഗെയിംസ്. വായനശാലകൾക്ക് കായിക രംഗത്തെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ, പരിപോഷിക്കാൻ പറ്റുമോ എന്നൊരു പരിശോധനയും ഏത് രീതിയിൽ ചെയ്യാമെന്നുള്ള. എൻ്റെ പേര് അമൽ CH, കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ PhD ചെയ്യാണ്. നാദപുരത്താണ് വീട്. ഇതിൻ്റെ ആമുഖത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യം ഇന്നലെ ഉദ്ഘാടനത്തിൽ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുതൽ നമ്മുടെ പാനലിസ്റ്റും ഒക്കെ അതിൻ്റെ ഈ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വായനശാലകൾ എന്നത് നമ്മുടെ മുന്നിൽ വരുന്ന ചിത്രം, കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ച ഒരു കെട്ടിടം എന്നുള്ളതാണ് നമ്മുടെ വായനശാലകൾക്ക് നമ്മൾ മുന്നിലുള്ള ചിത്രം. ആ രീതിയിൽ മാത്രം ഈ ആധുനിക കാലത്ത് മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും പുസ്തകങ്ങളും നേരത്തെ സൂചിപ്പിച്ച പോലെ വായിക്കാതെ തന്നെ അറിവുകൾ കേൾക്കാൻ പറ്റുന്ന, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്ത് വായനശാലകൾ എന്നത് കേവലം പുസ്തകങ്ങൾ അടുക്കി വച്ചിരിക്കുന്ന ഒരു നിശബ്ദതയാർന്ന ഒരു കെട്ടിടം എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നതിന് ഉത്തരം ഒരിക്കൽ ഈ കാലത്ത് ആ പുസ്തകങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് കൊടുക്കുകയും അല്ല അടുക്കി വെച്ചും ചെയ്യുന്ന ഒരു കെട്ടിടങ്ങളായിട്ട് വായനശാലകൾക്ക് ഈ കാലത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു പൊതു ഇടായിട്ട് അത് മാറേണ്ടതുണ്ട്. വായനശാലകൾ എന്നപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക നിലയങ്ങളായിട്ട് നമ്മുടെ വായനശാലകൾ മാറേണ്ടതുണ്ട്. അത്തരം ഒരു ചിന്തയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ലൈബ്രറി കൗൺസിലൊക്കെ പുസ്തകങ്ങൾ വിതരണം ചെയ്യുക, അല്ലെങ്കിൽ വായനശാലകൾക്ക് പുസ്തകങ്ങൾ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് പുതിയ പദ്ധതികൾ, ബാലവേദി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാനുള്ള, കുട്ടികളെ സംഘടിപ്പിക്കാനുള്ള ബാലവേദി, യുവജനവേദി, വയോജനവേദി, അതുപോലെ തന്നെ സ്ത്രീകളെ കൊണ്ടുവരാനുള്ള വിവിധതരം വേദികളും പരിപാടികളും ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പുസ്തകങ്ങൾ അടുക്കി വെച്ച് കെട്ടിടം എന്നുള്ള രീതിയിൽ മാത്രം പറ്റില്ല. സാംസ്കാരിക നിലയങ്ങളായിട്ട് നമ്മൾ അതിനെ ഉയർത്തേണ്ടതെന്നുള്ള ബോധ്യത്തിലാണ് അത്തരത്തിലേക്കുള്ള ചിന്തകളും ആശയങ്ങളും നമ്മുടെ ലൈബ്രറി കൗൺസിൽ അടക്കമുള്ള ആൾക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. കായിക രംഗം വായനശാലയുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, നേരെ സൂചിപ്പിച്ച പോലെ പൊതു ഇടങ്ങളാണ് നമ്മുടെ വായനശാലകൾ. ഈ പൊതു ഇടങ്ങളിലേക്ക് ജാതിമത ഭേദമന്യേ ആൾക്കാർ എത്തിക്കാൻ സാധ്യമാവുന്ന ഇടങ്ങളെയാണ് നമ്മൾ പൊതു ഇടങ്ങൾ എന്നുള്ളത് പറയുന്നത്. കായിക രംഗത്ത് അല്ലെ കളിക്കളങ്ങൾക്ക് അത്തരത്തിലേക്കുള്ളൊരു കരുത്തുണ്ട്. ജാതി മത ലിംഗഭേദമന്യേ ആൾക്കാരെ അവിടത്തേക്ക് എത്തിക്കാനുള്ള കരുത്ത് കളിക്കളങ്ങൾക്കുണ്ട്. നമുക്ക് മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ വായനശാല, പഴയ വായനശാലയോടൊക്കെ അനുബന്ധിച്ച് ഏതെങ്കിലും ഒരു കളിസ്ഥലമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഗ്രൗണ്ടോ ബാഡ്മിൻ്റൺ കോർട്ടോ, ചുരുങ്ങിയതൊരു ബാഡ്മിൻ്റൺ കോർട്ടോ, കബഡി കളിക്കാനുള്ള സ്ഥലങ്ങളെങ്കിലും മുൻകാലങ്ങൾ വായനശാലയായിട്ട് ചുറ്റപ്പെട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാലത്തേക്ക് നമ്മൾ ഏതോ ഒരു സമയത്തേക്ക് സാംസ്കാരിക നിലയെന്ന് മാറി പുസ്തകങ്ങൾ മാത്രം, കുറേ ജേണലുകൾ, കുറേ പുസ്തകങ്ങൾ എണ്ണത്തിനനുസരിച്ച് വായനശാലകളെ ഗ്രേഡ് തീരുമാനിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ട്, പൊതു ഇടം എന്നുള്ള രീതിയെ മാറിയിട്ട് അത് അക്കാദമിക് ഇടം ആയിട്ട് നമ്മുടെ വായനശാലകൾ മാറിപ്പോയിട്ടുണ്ട്. ഈ 2023 എത്തിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, വായനശാലക്കോ ക്ലബിനോ പോയിട്ട് ഒരു പഞ്ചായത്തിന് പോലും ഒരു പൊതു ഇടമോ അല്ലെ കളിസ്ഥലമോ സ്റ്റേഡിയങ്ങളോ ഇല്ലാത്ത ഒരു സമയത്താണ് വായനശാലകളെയും അതുപോലെ തന്നെ കായിക രംഗത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് അത് ഏത് രീതിയിൽ പരിപോഷിപ്പിക്കാം എന്നുള്ള ചർച്ച നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ കളിക്കളം ഇല്ലാതായതോടുകൂടി, പൊതുയിടങ്ങൾ ഇല്ലാതായതോടുകൂടി നമ്മുടെ സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. അതിൽ ഈ യുവാക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നതും യുവത്വം നിഷ്ക്രിയരായി മാറുന്നതും സമൂഹത്തിൽ അസമത്വം അക്രമമൊക്കെ നിറയുന്നതും ഇത്തരത്തിലുള്ള പൊതുയിടങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നില്ല, കായിക രംഗത്തേക്ക് വായനശാലകൾ ഇടപെടുന്നില്ല എന്നുള്ളൊരു വസ്തുത ഉണ്ട്. പക്ഷെ അത് നിലനിൽക്കുന്നതോടൊപ്പം നമ്മുടെ വായനശാലകളിൽ കായിക രംഗവുമായി ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങളെ കേരളത്തിലും അതുപോലെ തന്നെ ലോകത്തും നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഇംഗ്ലീഷിലൊക്കെ കുറേ ഉണ്ട്, എന്നാലും മലയാളത്തിൽ കുറച്ചേ ഉള്ളൂ. പക്ഷെ അതിലെത്ര പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറികളിൽ ഈ കായിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എത്ര പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ ലഭ്യമായിട്ടുണ്ട് എന്നല്ലെങ്കിൽ ആ ഒരു പരിശോധനയും നമ്മൾ ഈ സാഹചര്യത്തിൽ നടത്തേണ്ടതുണ്ട്. നമ്മുടെ നിരീക്ഷണത്തിൽ
അത്രയധികം പുസ്തകങ്ങൾ, നമ്മുടെ കായിക രംഗമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചില്ല. അത് കായിക രംഗത്തേക്ക് നമ്മുടെ നാടിനെ എത്തിക്കുന്നതിൽ നമുക്ക് ചെറിയ ആ പുസ്തകങ്ങളുടെ എണ്ണത്തിൻ്റെ ഒരു പരിശോധന നടത്തിക്കഴിഞ്ഞാൽ വായനശാലക്കും ആ നാടിനും കായിക രംഗത്തോടുള്ള മനോഭാവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കായിക മേഖലയെ നല്ല താല്പര്യത്തോട് കാണുന്ന ജനവിഭാഗമുള്ള ഒരു നാട്ടിലെ വായനശാലയിൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിലേക്ക് കായിക മേഖലയെ പരിപോഷിപ്പിക്കുന്ന, കായിക മേഖലയ്ക്ക് ഊന്നൽ നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ വായനശാലകൾ നമ്മുടെ നാട്ടിൻ പുറത്തും കണ്ണൂരടക്കമുള്ള സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. എറണാകുളത്തുള്ള ഒരു വായനശാലയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണ് VN കേശവപിള്ള മെമ്മോറിയൽ ലൈബ്രറി. A ഗ്രേഡ് ലൈബ്രറിയാണ്. അവർ വായനശാലയോടൊപ്പം വിവിധ ക്ലബ്ബുകൾ, നേരത്തെ നമ്മുടെ കൗൺസിൽ രൂപീകരിച്ച ബാലവേദി പോലെ അവിടെ ഒളിമ്പിക് സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ള രീതിയിൽ വായനശാലയുടെ കീഴിൽ ഈ സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് കായിക പ്രവർത്തനങ്ങളും മത്സരങ്ങളും അതുപോലെ തന്നെ ഈ ലോകകപ്പ് ഫുട്ബോൾ നടന്ന സമയത്ത് വിവിധ തരം ഷൂട്ടൗട്ട് ഉൾപ്പെടെ പ്രവചന മത്സരം ഉൾപ്പെടെ ക്വിസ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ട് വലിയ ജനങ്ങളെ എത്തിക്കാനുള്ള ഇടപെടൽ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വായനശാലകൾ എങ്ങനെയാണ് കായിക മികവിൻ്റെ കേന്ദ്രമാകുന്നതിന് ഒരു പരിശോധന നടത്തിയ സമയത്ത് കാനഡയിലെ ആൽബർട്ട് സിറ്റിയിലെ ലെത്ബ്രിഡ്ജ് പബ്ലിക് ലൈബ്രറി, അവിടെ ഫിസിക്കൽ ലിറ്ററസി പ്രൊജക്റ്റ് എന്നുള്ളൊരു പ്രൊജക്റ്റ് അവർ കൊണ്ടുവന്നു. അപ്പോൾ അതിലേക്ക് എത്താനുള്ള കാരണം വെച്ചാൽ അവരായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിൽ അവരൊരു സർവേ നടത്തി അവരുടെ ആവശ്യകതകൾ, അവരുടെ വായനശാലയിൽ എത്തുന്ന ആൾക്കാരുടെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്നുള്ളൊരു സർവേ നടത്തിയ സമയത്ത് അവർക്ക് കൂടുതലായിട്ട് കിട്ടി. അവർക്ക് ഒത്തുചേരാനുള്ളൊരു ഇടയില്ല, കായിക പ്രവർത്തനങ്ങൾക്കോ മറ്റോ ഒത്തുചേരാനുള്ള ഇടയില്ലാത്തത് ഒരു വലിയ പോരായ്മയായിട്ട് അവിടുത്തെ ജനങ്ങൾ ആ സർവേയിൽ കാണിച്ചു. അപ്പോൾ ആ ഒരു ഡാറ്റ കിട്ടിയ സമയത്ത് ആ സർവേയിൽ നിന്ന് അവർ ഫിസിക്കൽ ലിറ്ററസി പ്രൊജക്റ്റ് എന്നുള്ളൊരു പ്രൊജക്റ്റ് രൂപീകരിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. കാനഡയിലൊക്കെ ഈ ഓർഗനൈസ്ഡ് സ്പോർട്സ്, അതായത് സംഘടിത സ്പോർട്സിന് അത് സ്റ്റേഡിയങ്ങൾ മറ്റൊക്കെ കാനഡയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണക്കാർക്ക് എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ സ്വയമേവ അവർക്ക് സ്പോർട്സിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് വലിയ പോരായ്മയായിട്ട് കണ്ടെത്തി. അപ്പോൾ ലൈബ്രറിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള ചർച്ച അവിടുത്തെ ലൈബ്രറിമാർ നടത്തിയ സമയത്ത് അവർ ഫിസിക്കൽ ലിറ്ററസി എന്നുള്ളത് ഒരു ബേസിക് സ്കിൽ അല്ലെങ്കിൽ അടിസ്ഥാന നൈപുണ്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ പെട്ടെന്ന് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് കുറച്ച് പറഞ്ഞപ്പോൾ നമ്മളതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേട്ടു. നമ്മൾ നടക്കണം. ഒരുപക്ഷെ ഇവിടെ വന്നിട്ടുള്ള ലൈബ്രറിയുമായിട്ട് പ്രവർത്തിക്കുന്നവർ അതിൽ നിന്നൊരു ഊർജ്ജം പകർന്നുകൊണ്ട് തങ്ങളുടെ ലൈബ്രറിയിലേക്ക് അത്തരത്തിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യത ഈ ചർച്ചകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഉള്ള ചർച്ചകൾ കൊണ്ടുവന്നാൽ ജനങ്ങളെ നമ്മൾ ലൈബ്രറിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നായിരുന്നു അവിടുത്തെ ലൈബ്രറിമാർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ $2500 ആദ്യ ഘട്ടത്തിൽ അവർ മുടക്കിക്കൊണ്ട് നമ്മുടെ സ്പോർട്സ് കിറ്റ് പോലെ ഫിസിക്കൽ ലിറ്ററസി കിറ്റുകൾ ഉണ്ടാക്കി. ആ കിറ്റുകൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ബാഡ്മിൻ്റൺ പുസ്തകങ്ങൾ അടക്കി വെക്കുന്ന പോലെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെൻസുകളും നമ്മുടെ വ്യായാമമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെൻസുകളൊക്കെ ചെറിയ കിറ്റുകളുടെ രൂപത്തിൽ ലൈബ്രറിയിലൊരു പ്രത്യേക ഭാഗത്ത് അവർ സൂക്ഷിച്ചു. അപ്പോൾ പുസ്തകം വാങ്ങുന്ന സമയത്ത് നമുക്കിപ്പോൾ പ്രത്യേക ചങ്ങമ്പുഴയുടെ ഒരു കവിത വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെല്ലുന്ന പോലെ അവിടത്തേക്ക് ജനങ്ങൾ എനിക്ക് ബാഡ്മിൻ്റൻ്റെ കിറ്റ് 3 ആഴ്ചത്തേക്ക് വേണം, അല്ലെ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട കിറ്റ്, അല്ലെ ചെസ് ബോർഡ്, ആ രീതിയിൽ പുസ്തകങ്ങൾ ലഭ്യമാകുന്ന പോലെ ഈ സ്പോർട്സ് കിറ്റുകൾ അവർ ലഭ്യമാക്കാൻ തുടങ്ങി. അപ്പോൾ അത് വളരെ വലിയ വിജയത്തിലേക്ക് എത്താണ്. കൂടുതൽ ആളുകൾ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് രീതിയിലേക്ക് ലൈബ്രറിയിലേക്ക് എത്തുന്നു, വായനശാലയായിട്ട് ബന്ധപ്പെട്ട് എത്തുന്നു. ആ കിറ്റുകൾ ഈ എക്യുപ്മെൻറ്റ്സ് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ബാഡ്മിൻ്റൺ ആണെങ്കിൽ ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം, എപ്പോഴാണ് അതുമായിട്ട് ആ ബാഡ്മിൻ്റൻ്റെ ഹിസ്റ്ററി, അത്തരത്തിലേക്കുള്ള ബാഡ്മിൻ്റനായിട്ട് ബന്ധപ്പെട്ട ഒരു നോളജ് പകരാനും ആ കിറ്റുകൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടെ ആദ്യഘട്ടം വളരെ വിജയനായിട്ട് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ജനങ്ങൾ കൂടുതൽ ലൈബ്രറിയിലേക്ക് എത്തുന്നു. ഈ സ്പോർട്സ് കിറ്റുകൾ വാങ്ങുന്നതോടൊപ്പം അവർ പുസ്തകങ്ങളും വാങ്ങാനും വായിക്കാനൊക്കെ തുടങ്ങിയത് വളരെ വിജയമായിട്ട്. അതിനുശേഷം അവർ ചർച്ചകൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. ഈ ബാഡ്മിൻ്റനായിട്ട് ബന്ധപ്പെട്ട അല്ലെ സ്പോർട്സ് മേഖലയായിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിച്ചു. പിന്നീട് കായിക മത്സരങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് ഒരു ഫാമിലി എന്ന രീതിയിൽ ലൈബ്രറിയിലേക്ക് എത്തുന്ന രീതി അവർക്ക് ഈ ഫിസിക്കൽ ലിറ്ററസി
ഈ കിറ്റിലൂടെ സാധിച്ചു. അത് പിന്നീട് അത് വലിയ വിജയം, കാനഡയിൽ അത് വലിയ മൂവ്മെൻ്റ് ഉണ്ടാക്കി. അത് പിന്നീട് ചിനൂക്ക് ആർട്സ് ലൈബ്രറിയും ഈ രീതിയിലുള്ള ഫിസിക്കൽ ലിറ്ററസി കിറ്റ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അവരുടെ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്, ജനങ്ങളെ കായിക രംഗത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഫിസിക്കൽ ലിറ്ററസി, ജനങ്ങളുടെ ഫിസിക്കൽ ലിറ്ററസി ഉയർത്തുക വഴി മാത്രമേ കായിക രംഗത്തേക്ക് കൊണ്ടുവരാനും നമ്മൾ കായിക മേഖലയെ പരിപോഷിക്കാൻ സാധിക്കൂ എന്നായിരുന്നു അവരുടെ റിസൾട്ടായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലേക്ക് നമ്മുടെ ലൈബ്രറികളും പുസ്തകങ്ങൾ മാത്രമല്ല, ഇത്തരത്തിലേക്ക് കായിക പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ഒരു കെട്ടിടം എന്നപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക നിലയം എന്നുള്ള രീതിയിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. ഒരു കളിസ്ഥലം നമ്മുടെ ലൈബ്രറിക്ക് ചുറ്റും ഉണ്ടാവേണ്ടത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ ചിന്തിക്കും, ചർച്ച ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. ഒരു 30 സെക്കൻഡ് കൂടി നമ്മൾ പുതിയ പദ്ധതികൾ ലൈബ്രറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വർഷം എന്തായാലും ഒരു വർഷത്തിലെ ഒരു മാസത്തിൽ ആലോചന നടക്കുന്ന സമയത്ത്, ഏതൊക്കെ പുസ്തകം വാങ്ങണം എന്ന് ആലോചിക്കുന്ന സമയത്ത്, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സമയത്ത് നമ്മൾ കായിക രംഗത്തെയും ആ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലുകൾ ലൈബ്രറികൾക്ക് ഗ്രേഡുകൾ നൽകുന്ന സമയത്ത് അവർ കായിക മേഖലയിൽ മാത്രമല്ല, ഈ സാംസ്കാരിക മേഖലയിൽ കലാകായിക പ്രവർത്തനങ്ങളിൽ ഏത് രീതിയിലാണ് ഇടപെട്ടത് എന്നുള്ള കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഗ്രേഡ് നൽകേണ്ടത് എന്നാണ് പറയുന്നത്. തീർച്ചയായും പൊതു ഇടം എന്നുള്ള രീതിയിലേക്ക് വായനശാല ഉയർന്നു വരേണ്ടതുണ്ട്. കായിക പ്രവർത്തനങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ ആധുനിക കാലത്ത് വായനശാലകൾക്ക് നിലനിൽക്കുള്ളൂ. താങ്ക് യു.